Hi guys, JavaScript Malayalam കോഴ്സിൻ്റെ 12ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ കോഴ്സ് കാണുന്നതെങ്കിൽ ആദ്യം മുതലേ ഉള്ള കോഴ്സും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഏതൊരു ഒബ്ജക്റ്റിനും ഒരു ആട്രിബ്യൂട്ട്സും അതേപോലെ ഒരു മെത്തേഡും കാണും. പല ആട്രിബ്യൂട്ട്സും പല മെത്തേഡും കാണും. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂവിനെയാണ് സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റല്ല, ആദ്യത്തെ കോൺസെപ്റ്റായ എൻക്യാപ്സുലേഷൻ എന്താണെന്ന് നോക്കാം. എൻക്യാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ദ മെമ്പേഴ്സിന് കുറച്ച് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ബോഡി പാർട്സ് അത് എൻക്യാപ്സുലേറ്റഡ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ഇൻറ്റേർണൽ ബോഡി പാർട്സ് എല്ലാം എൻക്യാപ്സുലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതാണ് എൻക്യാപ്സുലേഷൻ്റെ ഒരു മെയിനായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. എൻക്യാപ്സുലേഷൻ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ചപ്പോഴത്തേക്ക് അതിൽ പബ്ലിക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചില്ലേ. പബ്ലിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചില്ലേ. അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് വേരിയബിൾസ് ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പബ്ലിക് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിലും വേറെ ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അതുപോലെയാണ് എൻക്യാപ്സുലേഷൻ. നമ്മുടെ അതിലുള്ള പ്രൈവറ്റ് ക്ലാസ് ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ക്ലാസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ പബ്ലിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ ആ വേരിയബിൾസിൻ്റെ ഗെറ്റേഴ്സും സെറ്റേഴ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പബ്ലിക് മെത്തേഡ് ആയിരിക്കും. ആ മെത്തേഡ് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വച്ചിട്ട് ആ മെത്തേഡ് ഉപയോഗിച്ച് വേറൊരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് എൻക്യാപ്സുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, റെസ്ട്രിക്റ്റിംഗ് ആക്സസ് ടു ദ മെമ്പേഴ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോസിങ് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കായിട്ട് കാണിച്ചു തരിക. അതിനാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാറ് ഓടിക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അകത്ത് ഇൻറ്റേർണലായിട്ട് എൻജിനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എൻജിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതൊന്നും നമുക്ക് അറിയേണ്ടതില്ല. നമുക്ക് ജസ്റ്റ് കാർ എങ്ങനെ ഓടിക്കണം എന്നുള്ള അറിവ് മാത്രം മതി. നമുക്ക് കാർ ഈസിയായിട്ട് ഓടിച്ചു പോകാം. അതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കാറിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് ഓട്ടോ പൈലറ്റ് പോലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാർ ഓടിക്കണം എന്നുള്ളൊരിത് പോലും വേണ്ട. നമുക്ക് ജസ്റ്റ് കയറി ഇരുന്നാൽ മതി, കാറ് തന്നെ നമ്മളെ ഓടിച്ചു കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കും. അതിനാണെന്ന് വെച്ചാൽ കൂടുതൽ ഒരുപാട് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോർ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എത്രത്തോളം കൂടുമോ അത്രത്തോളം ഓപ്പറേഷൻ വളരെ എളുപ്പമായിക്കൊണ്ടിരിക്കും. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലെ മെയിനായിട്ടുള്ള എൻക്യാപ്സുലേഷനും അബ്സ്ട്രാക്ഷനും എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.